بالقدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله نحمده ونصلي على رسوله الكريم سيدنا محمد وعلى آله وأصحابه أجمعين. ഇവിടെ ഇപ്പോൾ മർക്കത്തിലെ മുത്തരിസ്മാരെല്ലാവരും ഞാനടക്കം എല്ലാവരും പ്രസംഗിച്ചു വിട്ടാൽ പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രസംഗിക്കാനുള്ള സമയവും വിഷയമൊക്കെ ബാക്കിയായി പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നും പ്രസംഗിക്കുന്നില്ല. കർണാടക സ്റ്റേറ്റിലെ വിദ്യാർത്ഥികൾ മണി ഉസ്താദിൻ്റെ ശിഷ്യന്മാരടക്കം പല വിദ്യാർത്ഥികളും ഇവിടെ പഠിക്കുന്നവരുണ്ട്, പഠിച്ചു പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഒന്ന് പഠിച്ചു പോയ ഒരു വിദ്യാർത്ഥിയും ഇതുവരെ ജോലിയില്ലാതെ നിന്നിട്ടില്ല. അധിക പേർക്കും പ്രത്യേകം ജോലി കിട്ടുന്നു. അല്ലാത്തവർ ഈ കൊല്ലം പോയ 4-5 വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു മദ്രസ, വേറെ 5 വിദ്യാർത്ഥികൾ ചേർന്ന് മറ്റൊരു മദ്രസ, ഇങ്ങനെ മൈക്കളത്തിൻ്റെ ഉള്ളിൽ പല മദ്രസകളും സ്ഥാപിച്ച് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിശ്രമം അതിനുവേണ്ടി ആവണം. പഠിച്ചു കഴിഞ്ഞു പോയാൽ നമ്മുടെ പ്രവർത്തനം എല്ലാ സ്ഥലത്തും എത്തിക്കൊള്ളണം. അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ മർക്കത്തിൻ്റെ സിലബസിൽ തന്നെ ഇദാറ, നഫ്സ് എന്നിങ്ങനെ 2 വിഷയം വെച്ചിട്ടുള്ളത്. ഒന്ന് ഭരണം എങ്ങനെയാണ് നടത്തേണ്ടത്, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ഇദാറ എങ്ങനെ നടത്തണം. ഒരു കമ്മിറ്റിയുടെ മുദീർ ആയാൽ, ഇദാറയിൽ നിന്നുള്ള ആളുടെ മുദീറായാൽ അയാൾ എന്ത് ചെയ്യണം, എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഇതാണ്. പിന്നെ ആ ഇദാറയിൽ കൂടി വിദ്യാർത്ഥികൾ പഠിച്ചു വളരുമ്പോൾ അവർക്ക് ആത്മീയമായ പുരോഗതിയും ആത്മീയമായ വളർച്ചയും ആവശ്യമാണ് എന്നതാണ് മറ്റ് ഒരു പലരിലൂടെ നാം പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ പഠനത്തിൽ എല്ലാ ഭാഗവും നമ്മൾ പഠിച്ചിരിക്കണം. ദർസ് നടത്താൻ നല്ല കഴിവ് ഉണ്ടാവണം. കിതാബ് നോക്കി മുത്താല ചെയ്ത് മസ്അല കണ്ടുപിടിച്ച്
ആ മത്സര അനുസരിച്ച് 10 കൊടുക്കേണ്ടി വന്നാൽ അതിന് കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ബിസിനസ്സുകാരൻ വന്ന് മത്സരം ചോദിച്ചാൽ അതിൽ അനുവദനീയമായത് ഏതാണ്, അല്ലാത്തത് ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം. അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഓരോ പണ്ഡിതന് ഉണ്ടായിരിക്കണം. നമ്മൾ സഖാഫിയായി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഈ വക എല്ലാ കാര്യങ്ങളും നിങ്ങളെ തലയിൽ വരും. ഞാനിന്ന് കുറച്ച് നേരം ഒറ്റക്ക് മനസ്സുകൊണ്ട് ചിരിച്ചു പോയി. കല്യാണ ഒരു വിഷയം ഒരു കൂട്ടർ വന്നിട്ട് ആദ്യം വലിയില്ലാത്ത നിക്കാഹിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറയുന്നത് ഒരാൾ മറ്റൊരാൾക്ക് ഒരു ബിൽഡിങ് വാടക കൊടുത്തിരുന്നു. ഇപ്പം ആ വാടകയും കൊടുക്കുന്നില്ല. അതിലുള്ള എല്ലാ സാധനങ്ങളും അതിന് ഉടമസ്ഥൻ തന്നെ എടുത്ത് വിറ്റ് കൊണ്ടുപോയി. ഇങ്ങനെല്ലാം കൂടിയിട്ടുള്ള ഒരു കേസ് അതാണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാനിപ്പോൾ എന്താ ഒരു ഖാദിയായിരുന്നത് കൊണ്ട് അവിടെയുള്ള എല്ലാ കേസും തീർക്കാൻ നമ്മളൊക്കെ ഉണ്ടാവുമോ? പക്ഷേ എൻ്റെ മുമ്പിലാണെങ്കിൽ തീർക്കാൻ കഴിയാത്ത ഒറ്റൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. പക്ഷേ അവരവിടെയുള്ളത് ഞാനിവിടെയാണ്. അപ്പോൾ തീർക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം പുത്തൂരടുത്ത് ഒരാൾ മരണപ്പെട്ടു പോയിട്ട് അവകാശികൾ മുതൽ ഓഹരി ചെയ്ത് കൊടുക്കണില്ല. മൂത്ത ആൾ ചെറിയ ആളുകൾക്ക് ഓഹരി ചെയ്ത് കൊടുക്കണില്ല. അയാളിങ്ങനെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരാക്ഷേപം വന്ന് ഇവിടെ വന്ന് അവസാനം ദുബൈയിൽ വരെ എത്തി, അബുദാബിയിലെത്തി. അവരിങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് അങ്ങനെ എല്ലാം കൂടി അവരവിടെ വിളിച്ച് വരുത്തി. ഞാനും നമ്മുടെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനും അല്ല അധികം പറ്റാണല്ലേ അല്ല അത് തെറ്റിപ്പോയതാണ്. എന്നാൽ അതും ആവട്ടെ. അധികം പറ്റില്ല ചെയർമാനും ഞാനും കൂടി അവരെ വിളിച്ച് ഇരുത്തി സംസാരിച്ച് ഈ പലം കൂടി ചെയ്ത് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തർക്കമുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങളാണ് ദുന്യാവിലുണ്ടാകുന്നത്. ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിനാണിപ്പോൾ നിങ്ങളെ ഈ ഇഫ്തിഹാറിനൊക്കെ നമ്മൾ സമയം തരുന്നത്. ഇങ്ങനെ പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതൊക്കെ ചർച്ച ചെയ്യാനും തീരുമാനം കൽപ്പിക്കാനും നമുക്ക് കഴിവുണ്ടായിരിക്കണം. ആ കഴിവിലേക്ക് ശ്രദ്ധ ക്ഷണിക്കൽ കൂടിയാണ് ഈ വക യോഗങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങൾ അനുവാദം തന്നെ തരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇതിൻ്റെ ചിന്തയായി പോകാതെ കിതാബ് ഓതി പഠിക്കുകയും ശരിക്കും മനസ്സിലാക്കുകയും ചെയ്ത് അതോടൊപ്പം
ഇതുപോലുള്ള പൊതു കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അത് ഹജ്ജിൻ്റെ ചെയർമാനായാലും വഖഫ് ബോർഡ് ചെയർമാനായാലും ഏത് ചെയർമാനായാലും അതൊക്കെ തലച്ചോറ് കുറച്ച് വർക്ക് ചെയ്യണം. അപ്പോഴേ കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് ആ നിലയിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഞാൻ സംസാരം നിർത്തുന്നു.